നമസ്കാരം പ്രിയരേ, ഞാൻ ഫാത്തിമയാണ്. എല്ലാവരെയും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്ന് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട്, എൻ്റെ ഒരു കുഞ്ഞു സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കാം. ഒരിക്കൽ ഒരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു കത്തി വിൽപ്പനക്കാരൻ. ആൾ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കത്തിയൊക്കെ ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ ഉമ്മി ചോദിച്ചു, അല്ല കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ? അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ വെജിറ്റേറിയൻ ആണപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു നിർത്തി. പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം പോവാൻ നേരത്ത് ആ മുഖം ഒന്ന് തെളിഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടുകൂടി ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഇതെങ്ങനെ അങ്ങോട്ട് ചോദിക്കാമെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടി നിൽക്കുമായിരുന്നു. കാരണം രാവിലെ മുതൽ സത്യത്തിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ കത്തി വാങ്ങിയില്ലായിരുന്നെങ്കിലും എനിക്കിത്തിരി ഭക്ഷണം തന്നല്ലോ, അതാണ് എനിക്ക് ഏറ്റവും സമാധാനമായതെന്ന്. അതാണ് ഈ വിശന്ന് വലിഞ്ഞ് വരുന്ന ഒരു വ്യക്തിക്ക് മനസ്സറിഞ്ഞ് ആഹാരം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കുന്ന ഒരു പുഞ്ചിരിക്കുണ്ടല്ലോ, വല്ലാത്ത ഭംഗിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മനുഷ്യത്വത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരിലും അന്യം നിന്ന് പോകുന്ന, അല്ലെങ്കിൽ പലരും ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നെന്ന് പറയാം. നമ്മുടെ കേരളത്തിലുള്ള പലർക്കും ഇപ്പോഴും മനുഷ്യത്വം മാറിയിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ലാതായിട്ടില്ല എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. ഒരാളെ സഹായിക്കാനായിട്ട് ഇപ്പോഴും ധാരാളം ജനങ്ങൾ തയ്യാറായി വരുന്നു എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിനെ സന്തോഷിപ്പിക്കാതിരിക്കുക? പാവം കുട്ടികൾക്ക്, അനാഥരായ മക്കൾക്ക് സ്വന്തം മുലപ്പാൽ നൽകാൻ തയ്യാറാവുന്ന അമ്മമാരൊക്കെയുള്ള നമ്മുടെ ഈ നാട് ഇത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നതെന്ന് അറിയാമോ? മനുഷ്യത്വം എന്നതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ പലരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് ഓർക്കാൻ സാധിക്കുന്നത്. എന്നാലും ചിലപ്പോഴെങ്കിലും പലരിലും ഇത് കാണുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇത്തരത്തിൽ പാവം കുട്ടികൾക്ക് അല്പം മുലപ്പാൽ നൽകാൻ തയ്യാറാകുന്ന ആ ഒരു അമ്മമാരുടെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള പല കമൻറ്റുകളും വായിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം ഇത്രത്തോളം അധപതിച്ചോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്തരത്തിലുള്ള ചില ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടെന്ന് അറിയുമ്പോൾ എന്തുകൊണ്ടോ അല്പമെങ്കിലും ഈ കേരളത്തോട് തന്നെ ഒരു നീരസമൊക്കെ തോന്നിപ്പോകുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ, കുറച്ചാളുകൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരായിരിക്കും ബലിയാടാവേണ്ടി വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരിക. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ. കാഴ്ചാപരിമിതരായ ജനങ്ങളുടെ കണ്ണുകളാവാൻ നിങ്ങൾക്ക് സാധിക്കും ബി മൈ ഐസ് എന്ന ആപ്ലിക്കേഷനിലൂടെ. അതുപോലെ അവരുടെ ശബ്ദമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും പല വായനാ കൂട്ടായ്മകളിലൂടെ. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് മനുഷ്യത്വം പങ്കുവയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഞങ്ങൾക്ക് അവയെല്ലാം ഏറെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വേണ്ടിയിട്ട് അല്പം സമയം ഒരാൾ മാറ്റിവെക്കുന്നു എന്നറിയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുക അസാധ്യമാണ്. അത്തരത്തിൽ ഓരോ വായനക്കാരുടെയും അല്ലെങ്കിൽ ഓരോ ഉപയോക്താക്കളുടെയും മനസ്സിൽ ഒരു സന്തോഷത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശില്പ എന്നാണ് പേര്. ചേച്ചി പറഞ്ഞൊരു വാചകം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരാണ്. ചേച്ചി കാഴ്ചാപരിമിതയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പേന കൊണ്ട് എൻ്റെ അമ്മയുടെ പേരൊന്ന് എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ആ അക്ഷരങ്ങൾ ഇപ്പോൾ ഓർമ്മയില്ല, പക്ഷേ എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ച എൻ്റെ കൂട്ടുകാരെ നല്ല ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ ഇത്ര ചെറിയൊരു കാര്യമാണല്ലേ ഒരു അമ്മയുടെ പേര് എഴുതിപ്പിക്കുക. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കാഴ്ചാപരിമിതരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതുപോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് കേൾക്കുക എന്ന് പറയുന്നതും ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നവയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. അതുതന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു മധുരമായ കൂവൽ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്ത് അടയാളപ്പെടുത്താം. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒരു തൂവൽ താഴെയിടുന്ന ലാഘവത്തോടെ അപ്പൂപ്പൻ താടിയുടെ ചുണ്ടിൽ നിന്നും അടർന്നു വീഴുന്ന വിത്ത് എത്തരത്തിലാണോ ഭൂമിയിൽ പടർന്നു വരുന്നത്, അതേ ലാഘവത്തോടെ നമുക്കും നമ്മുടേതായ ചില അടയാളങ്ങൾ ഈ ഭൂമിയിൽ ചേർക്കാം.
അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ എനിക്കും മനുഷ്യത്വത്തിൻ്റെ അടയാളമായി മാറാൻ, മറ്റുള്ളവരുടെ മനസ്സിലെ ഒരു കുഞ്ഞു ഓർമ്മയായി അവശേഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.